ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് അറുതി വരുത്താൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു ഇസ്രായേൽ. ബന്ദികളുടെ മോചനം ആഗ്രഹിച്ചാണ് നിർദ്ദേശം അംഗീകരിക്കുന്നതെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശനയ ഉപദേഷ്ടാവ് ഒഫിർ ഫാൽക്ക് വ്യക്തമാക്കി. സൺഡേ ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. 7 മാസത്തിലേറെയായി തുടരുന്ന ഇസ്രയേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി 3 ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന നിർദ്ദേശങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ചത്. ആദ്യഘട്ടത്തിന് 6 ആഴ്ച ദൈർഘ്യമുണ്ടാകും. ഇക്കാലയളവിൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കുകയും വെടിനിർത്തൽ നടപ്പിലാക്കുകയും വേണം. ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് സൈന്യത്തെ ഒഴിപ്പിക്കും. ഹമാസ് ബന്ദികളെ വിട്ടയക്കും. പകരം 100 കണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും. 2ാം ഘട്ടത്തിൽ സൈനികർ ഉൾപ്പെടെയുള്ള തടവുകാരുടെ മോചനം. 3ാം ഘട്ടത്തിലാണ് ഗാസയുടെ പുനർനിർമ്മാണം സംബന്ധിച്ച ചർച്ചകൾ. അതേസമയം ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കുറ്റമറ്റതാണെന്ന് ഇസ്രയേൽ കരുതുന്നില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശനയ ഉപദേഷ്ടാവ് ഒഫിർ ഫാൽക്ക് പ്രതികരിച്ചു. ബന്ദികളുടെ മോചനം ഇസ്രയേൽ ആഗ്രഹിക്കുന്നതിനാലാണ് നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറായതെന്നും ഒഫിർ ഫാൽക്ക് വ്യക്തമാക്കി. ബൈഡന്റെ പ്ലാനിൽ ഇനിയും തിരുത്തലുകൾ ആവശ്യമാണെന്നും ഇസ്രയേൽ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.